വാലന്റൈൻസ് ഡേ ആയിട്ട് എല്ലാവരും ലവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ശരിക്കും എന്താണ് ലവ് എന്നുള്ളത് നമ്മുടെ ഡെഫിനേഷൻ അപ്പുറം ലവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതാണെന്ന് തോന്നുന്നു നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. കാരണം നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മിനിമം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മൾ അവരെന്താണോ തരുന്നത് അതുകൊണ്ട് തൃപ്തിപ്പെടുകയോ, അവരെന്താണോ തരുന്നത് അത് തൃപ്തിപ്പെടാതെ വഴക്കുകളിലേക്ക് പോവുകയോ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യും. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ മിനിമം സെറ്റ് ചെയ്ത് വെക്കണം. എനിക്ക് ഇത്ര പരിഗണന ആവശ്യമുണ്ട്, എനിക്ക് ഇത്ര സമയം ആവശ്യമുണ്ട്, എൻ്റെ പങ്കാളി ഇത്ര റൊമാൻറ്റിക് ആകണം. അങ്ങനെയൊക്കെ നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ നമ്മൾ തന്നെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ ഗ്രേസ്ഫുൾ ആയി ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകാനോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻസ് അതിനനുസരിച്ച് മാറ്റാനോ നമ്മൾ ശ്രമിക്കണം. ഇത് രണ്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീരെ സംതൃപ്തി ഇല്ലാതെ ആയിരിക്കും ആ റിലേഷൻഷിപ്പിൽ നിൽക്കുക. അത് രണ്ടു കൂട്ടർക്കും ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് വാലന്റൈൻസ് ഡേക്ക് പൂക്കൾ കിട്ടണം, അതാണ് എൻ്റെ എക്സ്പെക്ടേഷൻ എന്നുണ്ടെങ്കിൽ, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണ്ട. മറ്റു രീതിയിൽ റൊമാൻറ്റിക് ആകുന്നുണ്ടോ അത് അക്സെപ്റ്റ് ചെയ്യുക. ഇനി അല്ല, എനിക്ക് റൊമാൻറ്റിക് ആയേ തീരൂ, ഇത്തരം ദിവസങ്ങൾ എന്നെ സംബന്ധിച്ച് അത്ര പ്രധാനപ്പെട്ടതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന പങ്കാളിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വികാരം കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി നിങ്ങളെ റെസ്പെക്ട് ചെയ്യാത്ത പങ്കാളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര തവണ പറഞ്ഞാലും മാറ്റങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ നമ്മളെ റെസ്പെക്ട് ചെയ്യാത്ത ഒരു സ്പേസിൽ നിൽക്കണമോ എന്നുള്ളത് നമ്മൾ കൂടി ആലോചിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ.